ഞാൻ വന്നിട്ടുള്ളത് ഒരു കടലപ്രഥമനുമായിട്ടാണ്. അതിനായിട്ട് കണ്ടാൽ തന്നെ വായിൽ വെള്ളമൂറും. പണ്ടത്തെ കാലം തന്നെ ഓർമ്മ വരും. അമ്മയും അമ്മുമ്മയും ഒക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു രുചിയാണ് നാവിൻ തുമ്പത്ത് വരുന്നത്. അത്ര നല്ലൊരു ടേസ്റ്റിയുള്ള ഒരു കടലപ്പായസമാണ്. അതുമായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളെനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കാണാൻ ശ്രമിക്കുക, ഷെയറും ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റും ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കടല പ്രഥമനുമായിട്ടാണ്. ഓണത്തിനൊക്കെ നമുക്ക് കടലപ്രഥമൻ ഓണത്തിനെല്ലാം എപ്പോഴും വേണമെങ്കിലും വയ്ക്കാം. നല്ല ടേസ്റ്റിയായിട്ട് ഒരു കടലപ്രഥമൻ വയ്ക്കായിരുന്നു. അതിനായി 1 കിലോ കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. 1 കിലോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പാണ്. കടല കഴുകിയെടുത്തിട്ടുണ്ട്. അതിനായി ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. നമ്മൾ 2 വെള്ളത്തിൽ കൂടുതൽ കടല അധികം ഇട്ട് കഴുകാൻ പാടില്ല. കടല ഒത്തിരി കഴുകിയെടുക്കാൻ പാടില്ല. എങ്കിൽ അതിൻ്റെ ആ ഒരു രുചി പോകുമെന്ന് പറയും. എന്നാലും ഞാൻ 2 വെള്ളം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കഴുകുന്നതെന്ന് വെച്ചാൽ അതിൽ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളം ഒഴിക്കണം. 1 കിലോ കടലയ്ക്ക് ഇപ്പോൾ ഇതിന് ഒരു പാത്രം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ല നിമന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ ശകലം വെള്ളം കൂടിയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. കൂടിയിരുന്നാൽ എല്ലായിടും നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഇനി നമുക്ക് ഇത് ഒരു 3 ശൂളം വരെ വയ്ക്കാം. കുക്കർ അടുപ്പിൽ വെച്ചു. ഗ്യാസ് കത്തിച്ചു. ഇനി ഇത് ഒരു 3 ശൂളം കേൾക്കട്ടെ. ഇവിടെ 1 കിലോ കടലയ്ക്ക് നമ്മൾ 2 കിലോ ശർക്കരയാണ് ചേർക്കുന്നത്. പക്ഷെ മധുരം അത്രയും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ശർക്കര പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കവറിൽ വെച്ച് തന്നെ ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള ശർക്കര തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഇത് ഞാൻ 2 കളറാണ്. ഒന്ന് കളർ കുറഞ്ഞു പോയതുകൊണ്ട് 1 കിലോ കളറുള്ളതും കൂടെയാണ് വാങ്ങിയിട്ടുള്ളത്. കളറുള്ളതാവുമ്പോൾ കടലയ്ക്കൊക്കെ കളറുള്ള ശർക്കര തന്നെ വേണം. എങ്കിലാണ് അതിൻ്റേതായ ഒരു രുചിയും ഭംഗിയും കളറും ഒക്കെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു കലത്തിൽ, ഞാൻ കലമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എനിക്ക് കലത്തിനകത്തിട്ട് കലമാകുമ്പോൾ തിളച്ച് പോവില്ല എന്ന് വേണ്ടിയിട്ടാണ്. കുറച്ചല്ലല്ലോ, കുറച്ചാണെങ്കിൽ നമുക്ക് കുറച്ച് പാത്രം എടുത്താൽ മതി.
കിലോ കടല ആയതുകൊണ്ടാണ് 1 കിലോ ശർക്കര 2 കിലോ എടുത്തത്. 2 കിലോയിൽ ഞാൻ 2 കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. മധുരം വേണമെങ്കിൽ ഇടാമെന്നുള്ളതിൽ അത്രയും എടുത്തിട്ടില്ല. മധുരം കുറച്ച് മതി ഇവിടെ എല്ലാവർക്കും, അതുകൊണ്ടാണ് മധുരം കുറച്ചിടാമെന്ന് വിചാരിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, 2-3 ഗ്ലാസ് ഒഴിക്കാം. നമുക്കിപ്പോൾ 2 കിലോ ഇല്ലേ, അതുകൊണ്ട് ഇപ്പോൾ 2-2.5 ഗ്ലാസ് വെള്ളം വരും. ഞാൻ അളന്നിട്ടില്ല, കുറച്ചൊഴിച്ചിട്ടേ ഉള്ളൂ. നമുക്കൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഞാൻ അടുപ്പത്ത് വെച്ചു, ഫ്ലെയിം കത്തിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഇരുന്ന് ശർക്കര ഉരുക്കിയെടുക്കട്ടെ. ശർക്കര നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് വരട്ടുന്നതിൽ ശർക്കര ഉരുവും തോറും ആ രുചി കൂടി വരുന്നതാണ്. നല്ല ഒത്തിരി നേരം ഇരുന്ന് ഉരുവണം. നമ്മൾ കുറച്ച് നേരം ഉരുകിയിട്ട് ഇതൊന്ന് തെളിച്ചെടുക്കണം. തെളിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ ഒന്ന് അലിഞ്ഞ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ എന്തെങ്കിലും പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും വെച്ച് ഉരുക്കിയെടുക്കാവുന്നതാണ്. ശർക്കര ഒന്ന് എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് 2 വിസിലൂടെ ആയിട്ട് അണയ്ക്കാം. 3 വിസിലായി. ഓഫ് ചെയ്ത് ശർക്കര ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ മണ്ണും പൊടിയും കല്ലും എല്ലാം ഉണ്ട്, അത് മാറ്റിയിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഉരുക്കിയെടുക്കാം. വീണ്ടും കലത്തിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഉരുക്കിയെടുക്കാം. അതിൻ്റെ അടിയിലും ഉണ്ട് ചെറിയ മണ്ണുകൾ. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഉരുക്കാം. സ്റ്റൗവിലേക്ക് വയ്ക്കാം. നന്നായിട്ട് ഉരുവി വരണം. ശർക്കര എത്രയും ഉരുവോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് ഇതിന്. നല്ല ഉരുവണം. പിന്നെ നമുക്ക് വരട്ടുന്നതിൻ്റെ ഇത് കുറയും. അല്ലെങ്കിൽ അതിലിട്ട് വരട്ടി നമുക്ക് കൈയെല്ലാം വേദന എടുക്കും. അത് നമുക്ക് കുറച്ച് വരട്ടിയാൽ മതി. അതാവുമ്പോൾ ഈ ശർക്കരയുടെ രുചിയാണ് നമുക്ക് അതിൽ എത്രയും വരണ്ടാൽ മാത്രമേ ആ പായസത്തിന് നല്ല ഒരു രുചി വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ചൗവരി ഒന്ന് നമുക്ക് കാച്ചിയെടുക്കാം. ഇനി ഇതിനായിട്ട് വേണ്ടത് ചൗവരിയാണ്. അപ്പോൾ ചൗവരി നമ്മൾ അതിലിട്ടല്ല വേവിക്കുന്നത്, നമ്മൾ കാച്ചി അതിലേക്ക് ഒഴിക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ചൊഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ പിടിക്കും. പായസത്തിലിട്ട് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇളക്കി നിൽക്കേണ്ടി വരും. അടിയിൽ പെട്ടെന്ന് കയറി അങ്ങ് കരിയും. ഇതിൻ്റെ പശയും
ഇതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വേവിച്ച് തന്നെ ഇതിടണം. അതാണ് അതിൻ്റേതായ ഒരു പ്രത്യേക രുചി. നല്ല രുചിയാണ് ഇത് വേവിച്ചിടുമ്പോൾ. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് വെന്ത് കിട്ടും. ചൗരി നമുക്കിതിലേക്ക് തട്ടാം. പക്ഷേ ചൗരി ഒന്ന് കഴുകിയെടുക്കണം. പക്ഷേ പണ്ടുള്ളവർ പറയുന്നത് ചൗരി കഴുകില്ല, കഴുകിയാൽ അതിൻ്റെ മാവ് പോവും എന്നാണ്. പക്ഷെ എന്നാലും നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായി സ്റ്റൗവിൽ വെച്ച് നന്നായിട്ടൊന്ന് ഗ്യാസ് കത്താൻ. ശർക്കരയുടെ നന്നായിട്ട് തിളച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. കാണിക്കാൻ പറ്റിയില്ല, നല്ല പൊന്തി വന്നു. പിന്നെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചു, ഇല്ലെങ്കിൽ അത് നിറഞ്ഞ് തുളുമ്പി കളയും. ഇനി ചെറിയ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി നല്ല അരക്ക് പോലെ ഒന്നാവണം. വറണ്ട് വരണം. ശർക്കര നന്നായിട്ട് വറക്കിയെടുക്കാം. ഇനി നമുക്കിവിടെ ചവ്വരിയുടെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ഇത് ചവ്വരി ഇരുന്ന് കുറച്ച് നേരം നന്നായിട്ട് വെന്ത് വരണം. വേവാൻ വേണ്ടി നിൽക്കണ്ട. ഇത് അതിൽ കൂടെ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വേവുണ്ട്. അപ്പോഴേ വെന്തോളൂ. ഇത് നമ്മളിപ്പോൾ അണച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുന്ന് തന്നെ നല്ല പെരുവി വെന്ത് വരുന്നതാണ്. ഈ ചൂടിൽ തന്നെ വെന്ത് വരും. അതുകൊണ്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫാക്കി വയ്ക്കും. ഇനി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അതിനായി തേങ്ങ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ എടുക്കാം. ഇവിടെ കടല വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒന്നാം പാൽ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ശർക്കര പാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു. ഇങ്ങനെ അരക്ക് പോലെ വരണം. തേങ്ങാപ്പാൽ ഇനിയും ഒന്നുകൂടെ നമുക്കിത് പിഴിഞ്ഞെടുക്കണം. ഒന്നാം പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഒന്നാം പാൽ കുറച്ച് മതി. ഇവിടെ പരിപ്പ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്നുകൂടെ ഉടച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റി നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ തരി ഉണ്ടെങ്കിൽ അത് പായസം കുടിക്കുമ്പോൾ അതിലേക്ക് തരി വേണം. ചെറിയ ചെറിയ തരികൾ കിടക്കുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ഉടച്ചെടുക്കുന്നത്. നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിൻ്റെ തരിയെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. എന്നാലും തരി കാണും. ചൂടോടെ തന്നെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചാൽ മതി. ഇതിപ്പോൾ നല്ല വെന്തിട്ടുണ്ട്, നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് നമ്മൾ വലുതായിട്ട് ഉടയ്ക്കണ്ട. ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക്
ഇതിവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇനിയും പിഴിയാനുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് വരാം. ഒന്നാം പാലാണ്, കുറച്ചായിട്ടേ ഉള്ളൂ ഒന്നാം പാൽ. തേങ്ങാപ്പാലെടുക്കാൻ കുറച്ചുകൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞു. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം. ഒന്നാം പാൽ പിഴിയുമ്പോൾ കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞാൽ മതി. പിന്നെ രണ്ടാം പാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൽ പിഴിയാം. ഇതിവിടെ അടച്ച് വയ്ക്കാം. ശർക്കരയുടെ മണം അടിച്ചിട്ട് ഉറുമ്പ് കയറുകയാണ്. നമുക്ക് ഇതിലേക്ക് എടുക്കാം. കുറച്ച് പാലൂടെ ഉണ്ട്, അതുകൂടെ ഇതിലേക്ക് എടുക്കാം. ഈ ഒന്നാം പാലെടുത്തത് ഇവിടെ അടച്ച് വയ്ക്കാം. നമുക്ക് ഇനി രണ്ടാം പാലെടുത്തിട്ട് വരാം. ഇനി രണ്ടാം പാലിൽ ഒന്നുമില്ല കേട്ടോ, ഇത് വേറും ചണ്ടിയായി കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, രണ്ടാം പാലിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് അതിനായി ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. ശർക്കര പാനി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒന്ന് ഒഴിച്ചതിന് ശേഷം നെയ്യിലൊന്ന് വറണ്ട് ശർക്കര പാനി ഒന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരും.
നമുക്ക് അതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ല ഒന്ന് കുറുകി വരണം. ശർക്കരയെല്ലാം നല്ല മൂത്ത് കുറുകിയ ശർക്കരയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പായസം എന്ന് പറയുന്നത് നമ്മൾ സദ്യക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ രുചി വേറെ തന്നെയാണ്. നമ്മളെവിടെയെങ്കിലും കല്യാണം അങ്ങനെയൊക്കെ ഉള്ളതിന് പോകുമ്പോൾ കുടിക്കുന്നത് പോലെയല്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റിയും രുചിയുമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. നല്ല ഒരു രുചിയാണ്. അതിൻ്റെ ആ രുചിയല്ല വീട്ടിൽ ഉണ്ടാക്കുന്നത്. നല്ല രുചിയാണ്. കടലയെല്ലാം ഇത്തിരി ഒന്ന് നല്ല ഉടയില്ല. അവരാണെങ്കിൽ കടലയെല്ലാം നല്ല ഉടച്ച് എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ നല്ലതായിട്ട് കടല ഉടയ്ക്കില്ല. ചെറിയ തരിയൊക്കെ കാണും. എങ്കിൽ തന്നെയാണ് പായസത്തിന് രുചി ഉണ്ടാവുന്നത്. കടലയെല്ലാം ഒന്ന് കടിച്ച് കുടിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തിടുന്നതാണ്. തേങ്ങാക്കൊത്ത് ആണ് ഇതിൻ്റെ മെയിൻ രുചി കൊടുക്കുന്ന സാധനം. തേങ്ങാക്കൊത്ത് ശർക്കര നന്നായിട്ട് വറുത്തി വെക്കണം. ഇത് സൂക്ഷിച്ച് നിൽക്കണം. ഇത് പൊട്ടിത്തെറിക്കും. ശർക്കരയെല്ലാം നല്ല വറണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനാണ് ശർക്കര നമ്മൾ നേരത്തെ നന്നായിട്ട് മൂപ്പിച്ച് വയ്ക്കുന്നത്. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷമേ നമ്മളിതിലേക്ക് ഒഴിക്കാവും. അപ്പോൾ നമുക്ക് ഇതിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ശർക്കര പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. ഇതിൻ്റെ അടിയിൽ പിടിക്കില്ല. ഒന്നും ചെയ്യില്ല. ഇതൊന്ന് കുറുകി വരണം. വേണ്ട പൊട്ടിത്തെറിക്കുന്നേ. അതിനായി ഇവിടെ നമുക്ക് കുറച്ച് ഏലക്ക വേണം. അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അതിനായി ഏലക്ക മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഒരു പിടിയാണ്. ഇപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഓപ്ഷണൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചുക്കുപൊടി ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഏലക്കപ്പൊടിയും കൂടെ ഇടുകയാണ്. അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഏലക്ക ചതച്ചതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ കിടക്കുമ്പോൾ നല്ല ഒരു മണവും രുചിയും
വരുന്നതാണ്. അത് ഏലക്കയൊക്കെ കടിച്ച് കുടിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനായി കുറച്ച് ഏലക്ക ഞാൻ ചതച്ചിട്ടു. ഇനി നമുക്കിതിൽ രണ്ടാം പാലൊന്ന് ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിക്കുന്ന മുമ്പ് ചവ്വരി ഒഴിക്കാം. ചവ്വരി നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല, വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചവ്വരി ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ചവ്വരി വേവിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഇത് അധികം വേവാനൊന്നുമില്ല, വെന്ത ചവ്വരി തന്നെയാണ്. നമ്മൾ ശർക്കരയെല്ലാം കുറുക്കി എടുത്തത് കൊണ്ടാണ് ചവ്വരി നമ്മൾ വേവിച്ച് ഇടുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക. ചവ്വരി ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ അത് അടിയിൽ പിടിക്കുമായിട്ടാണ് ഞാൻ വേവിച്ചിടുന്നത്. അതുപോലെ വേവത്തുമില്ല, വേവാൻ ഇത്തിരി ഒരു സമയമെടുക്കും. നമ്മൾ ചവ്വരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതായിരിക്കും. പായസം പുകഞ്ഞു പോകും. തീ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിട്ട് തീ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം. രണ്ടാം പാൽ ഒഴിക്കാം നമുക്ക്. രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ ഒന്ന് കുറുകി വരണം. പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. രണ്ടാം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറുകി വരാനുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു ടിപ്പ് കൂടെ ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഗ്രാമ്പൂവാണ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതാണ്. അത് ഞാൻ കുറച്ചിതിലേക്ക് ഇടുകയാണ്. അത് നല്ല ഒരു രുചിയും മണവും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഞാനിത് കുറച്ചിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു രുചിയാണ് ഇത്. ആരും ചെയ്യാത്ത ഒരു ടിപ്പാണ്, നല്ല ഒരു ടിപ്പാണ്. ഞാനിത് വെച്ചു, നന്നായിരുന്നു, നല്ല ഒരു രുചിയായിരുന്നു. നമ്മൾ എത്ര ചുക്കുപൊടി ഇട്ടാലും ഏലക്ക ഇട്ടാലും അതിൻ്റെ എല്ലാം കാട്ടി നല്ല ഒരു രുചി വരുന്ന ഒരു സാധനമാണിത്. മണവും രുചിയും ഉണ്ടാവും. ഇവിടെ രണ്ടാം പാൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നീട് നമുക്കിത് അധികം തിളയ്ക്കണ്ട. തിളച്ചാലത്
ഒന്ന് ചൂടാവേ ആവുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടില്ല, അതിൻ്റെ ഒരു രുചി പോവും. തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കി നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വയ്ക്കാം. അതിനായി നമുക്ക് ഇനി തേങ്ങാക്കൊത്ത് വറുക്കാനുണ്ട്. അതിനായി ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനായി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇവിടെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ ലെവലായിരിക്കണം, എങ്കിലേ മൂക്കുള്ളൂ. പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചെറുതും വലുതും ആയിപ്പോയാൽ കരിഞ്ഞു പോകും. പായസത്തിൻ്റെ രുചി ഇതാണ്, തേങ്ങാക്കൊത്താണ്. മെയിനായിട്ട് തേങ്ങാക്കൊത്താണ് പായസത്തിന് രുചി കൊടുക്കുന്നത്. അത് ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. കൂടുതലിട്ടാൽ നല്ല ഒരു ഫ്ലേവറും രുചിയും ഒക്കെ വരുന്നതാണ്. നമുക്ക് പായസത്തിൽ കടലയിൽ അധികം ഇങ്ങനെ പായസം കുറുകുറുപ്പിൻ്റെ ആ ഒരിത് വരില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കടിച്ച് കുടിക്കുമ്പോഴാണ് അതിനൊരു രുചി ഉണ്ടാകുന്നത്. തേങ്ങാക്കൊത്ത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല കരിയണ്ട, നല്ല ഒന്ന് ചുമന്ന് വന്നാൽ മതി. ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലേക്ക് കോരിയിടാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചുവന്ന് വരാനുണ്ട്. ചുമന്ന് വന്നിട്ട് അതിലേക്ക് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കുക.
തേങ്ങാക്കൊത്ത് വന്നിട്ടുണ്ട്. പായസത്തിലേക്ക് ഒഴിച്ചു. ഇതിനെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. തേങ്ങാക്കൊത്ത് ഇട്ടു. ഇനി നമുക്കിത് ഇളക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക.